തിങ്കളാഴ്ച രാവിലെ ഹരിപ്പാട് ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. തലേന്ന് വൈകുന്നേരം വരെ വീട്ടുമുറ്റത്ത് കണ്ട ഒരു മനുഷ്യൻ വീട്ടിനകത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു, അതും നഗ്നനായി, കൈകാലുകൾ കൂട്ടി ബന്ധിക്കപ്പെട്ട്. ഒരു ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച പുലർച്ചെ പുറത്തുവന്ന വാർത്ത ആ നാടിനെ ഒന്നാകെ ഒരു വിറയൽ പൊതിയുന്നതായിരുന്നു. 65 വയസ്സുള്ള മനുഷ്യനെ കൊലപ്പെടുത്താൻ എല്ലാ ആസൂത്രണവും നടത്തിയത് ബന്ധുവായ 13കാരി. നിങ്ങൾക്ക് ബൈക്കും എനിക്ക് ഐഫോണും എന്ന പെൺകുട്ടിയുടെ ഓഫറിൽ മയങ്ങി കൊല നടത്താൻ എത്തിയത് 15ഉം 16ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടിയുടെ ആൺസുഹൃത്തുക്കൾ. പക്ഷേ പെൺകുട്ടിയുടെ അമിത ആത്മവിശ്വാസം പ്രതികളെ എല്ലാവരെയും 24 മണിക്കൂറിനകം നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസിനെ സഹായിച്ചു. കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ഹരിപ്പാടെത്തി പ്രൊഫഷണൽ കില്ലർമാരെ പോലെ കൊലപാതകം നടത്തി പ്രതികൾ തിരികെ പോയി. സിനിമകളാണ് കൊലപാതകത്തിനും അതിനുശേഷം മുളകുപൊടി വിതറാനും പ്രചോദനമായത് എന്നാണ് പ്രതികൾ പറയുന്നത്. ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു മുത്തശ്ശനെ കൊന്ന് സ്വർണം തട്ടിയെടുക്കുന്നതിലൂടെ കുട്ടിക്കുറ്റവാളികൾ ലക്ഷ്യമിട്ടത്. പക്ഷേ കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ അമിത ആത്മവിശ്വാസവും പെരുമാറ്റങ്ങളും 65കാരനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണവും തന്ത്രങ്ങളും മണിക്കൂറുകൾക്കകം പൊളിച്ചു. കൊല്ലം പരവൂർ സ്വദേശിയായ ഇപ്പോൾ കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശിവൻകുട്ടി ചെട്ടിയാർ എന്ന 65കാരനെയാണ് വീട്ടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. ശനിയാഴ്ച വൈകുന്നേരവും ശിവൻകുട്ടിയെ വീടിന് പുറത്ത് അയൽവാസികൾ കണ്ടിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ ശിവൻകുട്ടിയുടെ ബന്ധുവായ കൗമാരക്കാരി അയൽവാസി ജോഷിയുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, കതകിൽ മുട്ടിയിട്ടും വിളിച്ചിട്ടും മുത്തശ്ശൻ വാതിൽ തുറക്കുന്നില്ല. അങ്കിൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ? ശിവൻകുട്ടി എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന് ജോഷി പറഞ്ഞപ്പോൾ ചെരുപ്പും സൈക്കിളും അവിടെയുണ്ട് എന്നായിരുന്നു ആ പെൺകുട്ടി മറുപടി നൽകിയത്. ഉടൻ തന്നെ ജോഷിയും സമീപത്ത് വീടുപണിയിലേർപ്പെട്ട തൊഴിലാളികളും എത്തി കതകിൽ മുട്ടി വിളിച്ചു നോക്കി. മറുപടിയില്ലാത്തതിനാൽ അടുക്കള വാതിലിൻ്റെ ഗ്രില്ല് തകർത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് കിടക്കവിരി ഉപയോഗിച്ച് കയ്യും കാലും കൂട്ടിക്കെട്ടി ചുരുണ്ടുകൂടി കിടക്കുന്ന നിലയിൽ മൃതദേഹം കാണുന്നത്. ഇതുകണ്ട് അലമുറയിട്ട പെൺകുട്ടി വീട്ടുജോലിക്കെത്തിയ ബംഗാളികൾ കൊന്നതാണ് എന്നുകൂടി വിളിച്ചു പറഞ്ഞു. ചെമ്മീൻ വളഞ്ഞു കിടക്കുന്ന രീതിയിലായിരുന്നു ആ മൃതദേഹമെന്നാണ് ആദ്യം മൃതദേഹം കണ്ട നാട്ടുകാർ പറയുന്നത്. 2 കൈയും കൂട്ടിക്കെട്ടി അവ മുട്ടിനടിയിൽ കൂടി കയറിട്ട് പിറകിൽ കൂടി വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു. വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അയൽവാസികൾ പറയുന്നുണ്ട്. സംഭവമറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. പോലീസും എത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപ് ശിവൻകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായി. തലയ്ക്ക് ശക്തമായ അടിയേറ്റിരുന്നു. ഇതേ തുടർന്ന് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. അബോധാവസ്ഥയിലായ ശേഷം ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. താടിയലിന് മുകളിലേക്ക് ആഴത്തിലുള്ള പരിക്കുകളുണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് നടന്നത് എന്ന് പോലീസിന് ഈ സംഭവസ്ഥലം സന്ദർശിച്ചപ്പോൾ തന്നെ മനസ്സിലായി. തുടക്കം മുതൽ തന്നെ പ്രൊഫഷണലായ ഒരു കില്ലറല്ല ഈ കൊലപാതകിയെന്നും വീട്ടിലുള്ള ആരുടെയോ സഹായം പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലായി. തുടക്കത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാകുമോ എന്ന സംശയമടക്കം പോലീസിനുണ്ടായിരുന്നുവെങ്കിലും സമാന്തരമായി മറ്റൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതാണ് കൗമാരക്കാരിയായ പേരമകളിലേക്ക് ഈ അന്വേഷണം എത്തിച്ചത്. 13കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കേസിന് എളുപ്പത്തിൽ തുമ്പുണ്ടാക്കിയതും. മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോഴും സ്കൂളിൽ പോകണമെന്ന പെൺകുട്ടിയുടെ വാശി നാട്ടുകാരിലും പോലീസിലും സംശയമുണ്ടാക്കി. പെൺകുട്ടി സ്ഥലത്ത് നിന്ന് മാറാനും എന്തൊക്കെയോ മറച്ചുവെക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് പോലീസിനും നാട്ടുകാർക്കും തോന്നി. എല്ലാ സാധ്യതകളും പരിശോധിക്കുമ്പോൾ തന്നെ പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് അടുത്ത ബന്ധുക്കളെയും പുറത്തുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. തുടർന്നാണ് ഈ കൗമാരക്കാരിയുടെ മൊഴിയെടുത്തത്. പക്ഷേ മൊഴിയിലെ പൊരുത്തക്കേടുകൾ കാരണം പെൺകുട്ടിയെക്കുറിച്ച് പോലീസിന്റെ മറ്റൊരു സംഘം സമാന്തരമായ ഒരു അന്വേഷണം കൂടി നടത്തി. ഇതിലാണ് കൊലപാതകത്തിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തമായത്. കൊല നടന്ന ശേഷവും പെൺകുട്ടി വിവരങ്ങളെല്ലാം കാമുകനെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി എടുത്തതടക്കം പ്രതികൾ അപ്പപ്പോൾ തന്നെ അറിഞ്ഞു. ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും വന്ന് ഫോൺ വാങ്ങിയത്. ഇതോടെ താൻ പിടിക്കപ്പെടുമെന്ന് പെൺകുട്ടി മനസ്സിലാക്കി. ഒരിക്കലും കുടുങ്ങില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ കേസിൽ നിർണായകമായ ആ ഫോണിലെ തെളിവുകളൊന്നും പെൺകുട്ടി ഡിലീറ്റ് ചെയ്തിരുന്നില്ല.
പ്രതികളായ ആൺകുട്ടിയുമായുള്ള ഫോൺ വിളികളും ചാറ്റുകളുമെല്ലാം ആ ഫോണിലുണ്ടായിരുന്നു. കരുവാറ്റയിലെ വീടിന്റെ ലൊക്കേഷൻ അയച്ചതും കുറ്റാരോപിതർ കൊല്ലത്ത് നിന്ന് വരുന്ന വഴി നടത്തിയ ഫോൺ വിളിയുടെ വിശദാംശങ്ങളെല്ലാം പോലീസിന് ആ ഫോണിൽ നിന്ന് കിട്ടി. പെൺകുട്ടി കൊലപാതകം തത്സമയം കണ്ടുവെന്ന് പോലീസിന് മനസ്സിലായതും അങ്ങനെയാണ്. പെൺകുട്ടിക്ക് ഒന്നിലധികം ആൺ സുഹൃത്തുക്കളുണ്ട് എന്ന് ഫോണിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇവരിൽ ചിലർക്ക് മാത്രമാണ് ഈ കൊലപാതകത്തെപ്പറ്റി അറിവുണ്ടായിരുന്നത്. കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നവരിൽ എല്ലാവരെയും പോലീസ് വിളിക്കുകയും അവരിൽ നിന്ന് വിവരം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കൾക്കും 15, 16, 17 വയസ്സാണ് പ്രായം. 10, +1, +2 എന്നിങ്ങനെയാണ് മൂവരുടെയും വിദ്യാഭ്യാസ യോഗ്യത. 3 പേരും ഒരുമിച്ച് പഠിച്ചവരല്ല. പക്ഷേ നാട്ടിൽ മറ്റു പല വിദ്യാർത്ഥികൾക്കുമൊപ്പം ഒത്തുകൂടി പരിചയക്കാരായവരാണ്. കൊല്ലത്ത് താമസിച്ചിരുന്ന സമയം പഠനകാലത്താണ് ഈ പെൺകുട്ടി കാമുകനായ പ്രതിയെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ബന്ധമാണ് എന്നാണ് പറയപ്പെടുന്നത്. കുടുംബം ഈ ബന്ധം വിലക്കിയിട്ടും ഇവരുമായിട്ടുള്ള സൗഹൃദം തുടർന്നിരുന്നു. ആലപ്പുഴയിലേക്ക് മാറിയതിനു ശേഷവും ഈ ബന്ധം തുടർന്നതായാണ് വിവരം. ശിവൻകുട്ടി ചെട്ടിയാരുടെ മകളുടെ ആദ്യത്തെ വിവാഹ ബന്ധത്തിലുള്ള കുട്ടിയാണ് ഈ പെൺകുട്ടി. ആദ്യ ബന്ധം വേർപെടുത്തിയ ശേഷം മകൾ രണ്ടാമത് വിവാഹിതയായി. രണ്ടാം ഭർത്താവ് വിദേശത്താണ്. ഈ മകൾക്കായി കരുവാറ്റയിൽ പുതിയ വീട് നിർമ്മാണം നടക്കുന്നതുകൊണ്ടാണ് കുടുംബം കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറിയത്. പക്ഷേ കൗമാരക്കാരി അടുത്ത കാലം വരെ പിതാവിനൊപ്പം പരവൂർ കല്ലുംകുന്നിലായിരുന്നു താമസം. ഈ സമയത്താണ് പ്രതികളായ കൗമാരക്കാരെ ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത്. പിതാവിന്റെ അമ്മ മരിച്ചതോടെ ഈ പെൺകുട്ടി കല്ലുംകുന്നിലെ വീട്ടിലേക്ക് വരുന്നത് കുറഞ്ഞിരുന്നു. വീട്ടിൽ വൈകിയെത്തുന്നതിനെയും അമിതമായി ഫോൺ ഉപയോഗിക്കുന്നതിനെയും ചൊല്ലി ശിവൻകുട്ടി നിരന്തരം വഴക്ക് പറഞ്ഞിരുന്നതായി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പെൺകുട്ടിക്ക് മുത്തശ്ശനോട് വൈരാഗ്യവുമുണ്ടായിരുന്നു. ഇതിനു പുറമെ പെൺകുട്ടി പറയുന്നത് മുത്തശ്ശൻ തന്നെ ബാഡ് ടച്ച് ചെയ്തുവെന്നാണ്. ഇക്കാര്യം പെൺകുട്ടി കാമുകനോടും പറയുകയും മുത്തശ്ശനെ കൊല്ലണമെന്ന വാശി കാമുകനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാമുകന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ പെൺകുട്ടി കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയതും ആസൂത്രണം നടത്തിയതും. വീട്ടിൽ മറ്റാരുമില്ല എന്ന വിവരവും സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും ഈ പെൺകുട്ടിയാണ് മറ്റു പ്രതികൾക്ക് നൽകിയത്. സ്വർണവും പണവും മോഷ്ടിച്ച് ഐഫോണും ബൈക്കും വാങ്ങാമെന്ന് പ്രലോഭിപ്പിച്ചാണ് ഈ പെൺകുട്ടി പ്രതികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിനായി കൊല്ലത്ത് നിന്ന് 2 സുഹൃത്തുക്കളുമായി 15-ന് ശനിയാഴ്ച വൈകുന്നേരത്തോടെ കൗമാരക്കാരായ കുട്ടി ക്രിമിനലുകൾ ട്രെയിൻ മാർഗം ഹരിപ്പാടെത്തി. ഇതിൽ 2 പേരാണ് ആദ്യം വീടിനകത്ത് കയറിയത്. കട്ടിലിൽ ഉറങ്ങിക്കിടന്ന ശിവൻകുട്ടിയെ ഇവർ കിടക്ക വിരികൊണ്ട് കെട്ടിയിട്ട ശേഷം ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ മുൻവാതിൽ തുറന്ന് സംഘത്തിലെ 3-ാമനെയും അകത്ത് കയറ്റി. തുടർന്ന് 3 പേരും ചേർന്നായിരുന്നു ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ശിവൻകുട്ടി ഈ പ്രതികളുടെ ശബ്ദം കേട്ട് എണീറ്റ് വന്നപ്പോഴാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നൊരു വാദം കൂടി ഉയർന്നു വന്നിട്ടുമുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച് 2 പേർ മുൻവാതിലിലൂടെ പുറത്തിറങ്ങി. 3-ാമൻ മുൻവാതിൽ അകത്തുനിന്ന് അടച്ച ശേഷം കയറിയതുപോലെ എയർ ഹോൾ വഴി പുറത്തേക്കിറങ്ങി. ഈ സംഭവങ്ങളെല്ലാം പെൺകുട്ടി വീഡിയോ കോളിലൂടെ കണ്ടിരുന്നു. കൊലയ്ക്കും മോഷണത്തിനും ശേഷം വീട്ടിൽ മുളകുപൊടി വിതറിയ അവർ ശൗചാലയത്തിലും പുറത്തും ദ്രവരൂപത്തിലുള്ള രാസവസ്തു തളിച്ചിട്ടുമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ശൗചാലയത്തിന്റെ പിന്നിൽ ഈ കുപ്പികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിയിരുന്നില്ല എങ്കിൽ പ്രതികൾ അകത്ത് കയറിയ വഴി എങ്ങനെയെന്ന് പോലീസിന് കിട്ടുമായിരുന്നില്ല. പോലീസ് ആശയക്കുഴപ്പത്തിലാകുമായിരുന്നു. ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിയത് കണ്ടാണ് പ്രതികൾ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചത് ഇങ്ങനെയാണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയിൽ നിന്ന് എല്ലാ തെളിവും ശേഖരിച്ച് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴും പെൺകുട്ടിയുടെ ഈ ക്രിമിനൽ സുഹൃത്തുക്കൾ പോലീസിനെ നേരിട്ടത് ഒരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു. എന്നാൽ സ്വന്തം മക്കൾ കൊലപാതകം ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച അമ്മമാർ പോലീസിനോട് വാദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പോലീസ് തെളിവുകളെല്ലാം നിരത്തിയതോടെ അവരും ഞെട്ടിപ്പോയി. പലരും പൊട്ടിക്കരഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം മൂവരും നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായി. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് 3 പ്രതികളുടെയും കുടുംബം. ഈ കുട്ടി ക്രിമിനലുകൾക്ക് ലഹരി ഇടപാടുണ്ടോ എന്നടക്കം നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കവർച്ച നടത്തിയ സ്വർണത്തിന്റെ ചെറിയ ഭാഗം വിൽപ്പന നടത്താൻ സംഘത്തിലെ പ്രായപൂർത്തിയായ മോഷണ കേസ് പ്രതിക്കാണ് കൈമാറിയത്. ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
കൊലപാതകം നടന്നതിന് പിറ്റേ ദിവസം 2 വട്ടം ഈ പെൺകുട്ടി വാടക വീട്ടിലെത്തി നോക്കിയിരുന്നു. ഈ വരവിൽ സമീപത്തെ കടയിൽ കയറി പലഹാരവും വാങ്ങിയിട്ടുണ്ട്. പിന്നീട് പെൺകുട്ടി തന്നെയാണ് തിങ്കളാഴ്ച രാവിലെ വന്ന് മുത്തച്ഛനെ കാണുന്നില്ല എന്നും വാതിൽ തുറക്കുന്നില്ല എന്നും അയൽവാസികളോട് പറഞ്ഞത്. പക്ഷേ 16 ഞായറാഴ്ച രാത്രിയും പെൺകുട്ടി വീടിനടുത്തുള്ള കടയിൽ എത്തിയിരുന്നതായി കട നടത്തുന്ന സ്ത്രീ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടെ 2 ചെറിയ ആൺകുട്ടികളും ഉണ്ടായിരുന്നു. സാധാരണ കടയിലേക്ക് കയറാറുള്ള പെൺകുട്ടി അന്ന് കടയിലേക്ക് കയറുകയോ തനിക്ക് മുഖം നൽകുകയോ ചെയ്തില്ല എന്നാണ് കടയുടമ പറയുന്നത്. 2 ആൺകുട്ടികളാണ് കടയിൽ വന്നതത്രേ. പൊട്ടറ്റോ ചിപ്സാണ് വാങ്ങിച്ചത്. മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോൾ തന്നെ പെൺകുട്ടി ഓണപ്പരീക്ഷയാണ്, നിർബന്ധമായും പോകണമെന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാൻ യൂണിഫോം ധരിച്ചിറങ്ങിയിരുന്നു. ഈ കടയുടമയായ സ്ത്രീ തന്നെയാണ് പെൺകുട്ടിയെ അതിൽ നിന്ന് വിലക്കിയത്. കൊലപാതകത്തിൽ പെൺകുട്ടിയാണ് ബുദ്ധികേന്ദ്രം എന്നറിഞ്ഞതോടെ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും. പ്രായപൂർത്തിയാകാത്തവരാണ് കുറ്റാരോപിതരെങ്കിലും ആസൂത്രണം മുതിർന്നവരെ പോലെയാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ് പറഞ്ഞു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലെ പൊരുത്തക്കേടും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് പോലീസിനെ സമാന്തര അന്വേഷണം നടത്താൻ പ്രേരിപ്പിച്ചത്. സ്വർണവും പണവും അപഹരിക്കുകയായിരുന്നു ലക്ഷ്യം. പ്രതികൾക്കെതിരെ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് പറയുന്നത്. ഡോക്ടർ അരുൺ ബി നായർ കൂടി ചേരുകയാണ്. സാറേ, ശരിക്കും കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ ഒരു കുറ്റകൃത്യം ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയ കൗമാരക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. താങ്കൾ പറഞ്ഞു ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ പാർശ്വഫലമാണ് ഇതൊക്കെയെന്ന്. എനിക്കിനി ചോദിക്കാനുള്ളത്, പണ്ടൊക്കെ സ്കൂളുകളിലെ പതിവ് ശിക്ഷ അടിയായിരുന്നു, ചൂരൽ കഷായം അങ്ങനെ വേണം പറയാൻ. ഇന്ന് സ്ഥിതി അതല്ല. ശിക്ഷിക്കുന്ന അധ്യാപകർക്ക് നേരെ പല വിദ്യാർത്ഥികളും തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ തീർത്ത് കളയുമെന്ന നിലയിലേക്ക് വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ശരിക്കും അധ്യാപകർ വടിയെടുക്കണ്ടേ ഇനിയെങ്കിലും? ചില ബാലാവകാശ നിയമങ്ങൾ ഈ കോർപ്പറൽ പണിഷ്മെൻ്റ്, അതായത് വടി കൊണ്ടുള്ള ശിക്ഷ പോലെയുള്ള കാര്യങ്ങളെ നിരോധിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ചില കോടതികൾ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അധ്യാപകർക്ക് വടിയെടുക്കാം എന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ആവശ്യമാണ്. പലപ്പോഴും പഴയ പല ആളുകളും, അതായത് ഇന്ന് മധ്യവയസ്കരായ പലരും അവരുടെ കുട്ടിക്കാലത്ത് ലഭിച്ച അടിയുടെ വേദന ഇന്ന് വളരെ ഗദ്ഗതത്തോടെ പങ്കുവയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ആ അടിയൊന്നും അവർക്ക് ഗുണം ചെയ്തതായി അവർ പറയുന്നില്ല. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നു ഈ അടിയുടെ ഭയം തീർച്ചയായിട്ടും നേർവഴിക്ക് വരാൻ അവരെ സഹായിച്ചിരുന്നു എന്ന്. അപ്പോൾ ഇവിടെയും നമ്മൾ അത്തരത്തിൽ ഉള്ളൊരു കാര്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അടിയുടെ ഒരു ഭയം എപ്പോഴും നല്ലതാണ്. അടി കിട്ടും എന്നൊരു പേടി മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ കുട്ടിയാണ്, ഒരു പരിധിയിൽ കൂടുതൽ അടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കുട്ടിക്കും കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയെ വളർത്തുമ്പോൾ 4 ഗ്രേഡുകളിലൂടെയാണ് അത് മുന്നോട്ട് പോകേണ്ടത്. ഒന്നാമത്തേത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. അതായത് നല്ല കാര്യങ്ങൾ കുട്ടി ചെയ്യുമ്പോൾ പേര് പറഞ്ഞ് അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അംഗീകരിക്കുക. അങ്ങനെ നല്ല സ്വഭാവം വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള അവസരം ഒരുക്കുക. രണ്ടാമത്തേത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. അതായത് എല്ലാ ദിവസവും കിട്ടിയിരുന്ന ചില മോശപ്പെട്ട കാര്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ, അത് കുട്ടി നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരുന്ന് പഠിച്ചാൽ ആ ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടി പഠിക്കാൻ കൂടുതൽ ശ്രദ്ധ പുലർത്തും. മൂന്നാമത്തേത് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞ സംഗതിയാണ്. നിർബന്ധ ബുദ്ധിയും പിടിവാശിയും കാണിക്കുമ്പോൾ അത് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ അതിനെ അവഗണിക്കുക. 4, മോശപ്പെട്ട പെരുമാറ്റങ്ങൾ കാണിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ചില പ്രതിഫലങ്ങൾ, ചില അംഗീകാരങ്ങൾ, ചില നല്ല കാര്യങ്ങൾ അതെടുത്ത് മാറ്റിക്കൊടുക്കുക. ഈ 4 ഘട്ടങ്ങളും കഴിഞ്ഞ് 5ാം ഘട്ടമായി മാത്രം വേണം ആക്റ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്ന അടിയോ വഴക്ക് പറച്ചിലോ പോലെയുള്ള ശിക്ഷകൾ വരാൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഭയം മനസ്സിലുണ്ടാക്കി നിലനിർത്തുന്നത് മതിയാകും. അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദം അതായിരിക്കും എന്നാണ് കരുതുന്നത്. സാറേ, മറ്റൊരു കാര്യമുള്ളത്, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് മുൻ തലമുറകൾക്ക് ലഭിക്കാതിരുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകളാണ് മിക്ക കുട്ടികളുടെയും കയ്യിലിരിക്കുന്നത്. പുറത്ത് കളിക്കാൻ പോലും പോകാതായി. എന്താണ് കുട്ടികളിൽ ഇനി മാറ്റം വരുത്തേണ്ടത്? തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ അടിമത്തം ഈ കുട്ടികളിലെ ഈ സ്വഭാവ വ്യത്യാസത്തിന് കാരണം തന്നെയാണ്. അവരുടെ സ്വഭാവത്തിലൊരു എടുത്തുചാട്ട സ്വഭാവം വരാനും ക്ഷമ കുറയാനും അവരുടെ ഉറക്കം കുറയാനും അവരിൽ ദേഷ്യവും അക്രമവും കൂടാനും ഒക്കെ ഇത് കാരണമായിട്ടുണ്ട്. ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന അക്രമ സ്വഭാവമുള്ള രംഗങ്ങൾ, അത് ഓൺലൈൻ ഗെയിമുകളിലാണെങ്കിലും ശരി, സിനിമകളിലാണെങ്കിലും ശരി, വീഡിയോകളിലാണെങ്കിലും ശരി, ആഴത്തിൽ കുട്ടികളെ സ്വാധീനിക്കുന്നു. ഇതോടൊപ്പം
കായിക വ്യായാമങ്ങൾക്കുള്ള സമയം കുട്ടികളുടെ ജീവിതത്തിൽ കുറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമം കൊച്ചുകുട്ടികൾക്ക് നിർബന്ധമാക്കണം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾ പോലും 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമം നിർബന്ധമാക്കണം. ഈ കായിക വ്യായാമം അവരുടെ സ്വഭാവത്തെ മാത്രമല്ല പഠനത്തെയും ഗുണകരമായി ബാധിക്കും. കൃത്യമായി കായിക വ്യായാമം ചെയ്യുന്ന വ്യക്തികളുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂടുതലായിരിക്കും. അവർ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ഉള്ളവരായിരിക്കും. അവരുടെ തലച്ചോറിലെ എൻഡോർഫിനുകൾ കൂടും. അവർ കൂടുതൽ ആഹ്ലാദം ഉള്ളവരായിരിക്കും. അവരുടെ തലച്ചോറിലെ രക്തഓട്ടം കൂടും. അവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. അവരുടെ രക്തത്തിലെ വൈറ്റമിൻ ഡി കൂടുന്നത് മൂലം അവരുടെ വിജ്ഞാന വിശകലന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും ഓർമ്മശക്തിയും ഒക്കെ കൂടുതലായിരിക്കും. മാത്രമല്ല, കളികളിലൂടെ ജയവും തോൽവിയും സ്ഥിരമല്ല എന്ന ഒരു പാഠവും അവർ പഠിക്കുകയാണ്. അപ്പോൾ ഒരു കളി ജയിച്ചാൽ അമിതമായ ആഹ്ലാദം വേണ്ട, അടുത്ത കളി തോൽക്കാം. തോറ്റു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനമല്ല, അടുത്ത കളി നമുക്ക് ജയിക്കാം. ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിച്ചേരാനും ഈ കളികൾ സഹായിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തുകയും ഈ ദൃശ്യമാധ്യമ സമയം പ്രായാനുസൃതമായി നിയന്ത്രിക്കുകയും വേണം. 2 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു ദൃശ്യമാധ്യമവും കാണിക്കരുത്. 2 മുതൽ 3 വയസ്സ് വരെ പരമാവധി അരമണിക്കൂറാണ് ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സ് വരെ മാക്സിമം 1 മണിക്കൂർ. 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 2 മണിക്കൂറായിരിക്കണം പരമാവധി മൊത്തം ദൃശ്യമാധ്യമ സമയം. അത് പാഠ്യേതര വിഷയങ്ങൾക്കെല്ലാമായിട്ടുള്ള ദൃശ്യമാധ്യമ സമയം. ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ ഈ കുട്ടികളിലെ ഈ പ്രശ്നങ്ങൾ വലിയൊരളവ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഡോക്ടർ, ഒരു കാര്യം കൂടിയുള്ളത്, ഈ വീടുകളിൽ അക്രമവാസന കൂടുതലുള്ള, വാശി കൂടുതൽ കാണിക്കുന്ന കുട്ടികളെ എന്താണ് ചെയ്യേണ്ടത്? അവരെ ഡോക്ടറെ കാണിക്കണോ? എന്താണ് അത്തരത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നൽകാനുള്ള ഉപദേശം? നമ്മൾ ആദ്യം സ്വന്തം നിലയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരൻറ്റിങ് രീതികളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, എക്സ്റ്റിങ്ഷൻ, പാസീവ് പണിഷ്മെൻറ്റ്, ഈ രീതിയിൽ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കുക. വീട്ടിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് ഒന്ന് കൃത്യമാക്കുക. കായിക വ്യായാമങ്ങൾ കൃത്യമായി കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ടും ഈ പെരുമാറ്റ വ്യത്യാസം മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരുപക്ഷെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, ADHD എന്നൊരവസ്ഥയുണ്ട്. എടുത്തുചാട്ടവും ശ്രദ്ധക്കുറവും അമിത വികൃതിയും ഒക്കെ ലക്ഷണമായിട്ടുള്ളൊരു അവസ്ഥ. അപ്പം അത് തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു കുറയുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഒരു മെഡിക്കൽ ഡിസോർഡറാണ്. അത് കൃത്യമായിട്ട് ചികിത്സിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾ ഭാവിയിൽ ലഹരി അടിമത്തത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് മറ്റു കുട്ടികളെക്കാൾ. അതുപോലെ മോഷണം, കളവ് പറച്ചിൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സാധനങ്ങൾ നശിപ്പിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളുള്ള കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. ഇതും ചിലപ്പോൾ കൃത്യമായി ചികിത്സ വേണ്ടി വരും. ചികിത്സ എടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇവർ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നൊരവസ്ഥയിലേക്ക് പോകും. ഉറക്കമില്ലായ്മ, പഠനത്തിൽ പെട്ടെന്ന് വരുന്ന പിന്നാക്കാവസ്ഥ, സ്വന്തം ശരീരം മുറിവേൽപ്പിക്കുന്ന അവസ്ഥ, തീവ്രമായ ആത്മഹത്യാ പ്രവണത, ചിത്തഭ്രമം പോലെയുള്ള ലക്ഷണങ്ങൾ, ലഹരി അടിമത്വം, ഇത്തരം അവസ്ഥകളിലും തീർച്ചയായിട്ടും കൗമാരപ്രായക്കാരെ ഒരു വിദഗ്ധ ചികിത്സയിലേക്ക് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. കാരണം ഇത്തരം അവസ്ഥകളെല്ലാം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായും ഇത് ഭേദപ്പെടുത്താൻ സാധിക്കും. ചികിത്സയെടുക്കാൻ വൈകും തോറും ഇത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്.